Yes, once again with great joy, welcome to this academy. മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ആശംസിക്കുന്നു. അങ്ങനെ ലിറ്ററലി വി ആർ ഇൻ ദ ഫൈനൽ ഫേസ് ഓഫ് അവർ പ്രിപ്പറേഷൻ. ഓരോ ദിവസങ്ങൾ കഴിയുന്നോറും നമ്മളും എക്സാം ഹാളും തമ്മിലുള്ള ആ ഒരു അന്തരം ഇങ്ങനെ ഗണ്യമായി കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പം ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഫോളോ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു ഫേസ് അല്ലെങ്കിൽ ഈ പരിമിതമായ ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. കാരണം ഇവിടെ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം വൈഡ് വെറൈറ്റീസ് ഓഫ് റെലവൻറ്റ് കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നു എന്നത് ഒരു വലിയൊരു ഫാക്ടറാണ്. എവിടെ നമ്മുടെ ആ ഒരു ഓവറോൾ സ്കോർ ഒരു റൗണ്ട് അപ്പുറത്തേക്ക് പുഷ് ചെയ്യുന്നതിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഏകദേശം സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നാണ്. അപ്പം ഇനി എന്താണ് ചെയ്യേണ്ടത്? കുറച്ചും കൂടി പ്രാക്ടിക്കലായി മാറുക, അതായത് കുറച്ചും കൂടി പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത് പോലെ തന്നെ SSC-CGL മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏതാനും ചില എറർ സ്പോട്ടിംഗ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ വീഡിയോ കാണേണ്ടതെന്നറിയോ? ഓരോ ചോദ്യങ്ങൾ ഈ സ്ലൈഡിൽ ഇങ്ങനെ അപ്പിയർ ചെയ്യുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് ആദ്യത്തെ കുറച്ച് നിമിഷം കൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് എറർ ഒറ്റയ്ക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇനി പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, പറ്റുന്നില്ലെങ്കിൽ പേടിക്കേണ്ട, ടുഗെദർ ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട് കേട്ടോ. ഒരുമിച്ച് നമുക്കത് സോൾവ് ചെയ്യാം. അപ്പം ഏറ്റവും ആദ്യം ഞാൻ പറയട്ടെ, ഇതുപോലുള്ള എറർ സ്പോട്ടിങ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓഫ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടത് ഈ രണ്ട് കാര്യങ്ങളിലാണ്. ആദ്യമേ നോക്കുക, ആ സെന്റൻസിന്റെ സബ്ജക്റ്റും വെർബും ഒത്തൊരുമയിലാണോ പോകുന്നത് നോക്കുക. അതായത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട നിയമമാണ് അല്ലെ. അപ്പൊ ആ നിയമം കൃത്യമായിട്ട് ആ സെന്റൻസിൽ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. രണ്ടാമത് ടെൻസുകൾ, 12ഓളം വിവിധങ്ങളായിട്ടുള്ള ടെൻസുകൾ ഉണ്ടല്ലേ. അപ്പം ഏത് ടെൻസിലാണോ ആ സെന്റൻസ് കൊടുത്തിരിക്കുന്ന ആ ടെൻസിന്റെ സ്ട്രക്ചർ കറക്റ്റ് ആണോ, അത് അവിടെ റെലവെന്റ് ആയിട്ട് തന്നെയാണോ അത് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം ആദ്യം ചെക്ക് ചെയ്യേണ്ട രണ്ട് നിയമങ്ങളെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം സെറ്റ് ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആർ യു റെഡി? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. മൈ അപ്പാർട്ട്മെന്റ് ഇൻ ഡൽഹി ഇസ് സിറ്റുവേറ്റഡ് ഓൺ സെക്കൻഡ് ഫ്ലോർ. യെസ്, എന്തെങ്കിലും എറർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അതോ ഇനി എറർ ഒന്നുമില്ല, നോ എറർ എന്നാണോ? നോ എറർ അല്ല, തീർച്ചയായിട്ടും എറർ ഉണ്ട്. ദ എറർ പാർട്ട് ഇതാണ്, സി. ഓൺ സെക്കൻഡ് എന്ന് മാത്രം പറഞ്ഞാൽ കംപ്ലീറ്റ് ആവില്ല. ഓൺ ദ സെക്കൻഡ് എന്ന് പറയണം. ഓൺ ദ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയാവുന്നത്. നമ്മുടെ ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് തുടങ്ങിയതൊക്കെ ഓർഡിനൽ നമ്പേഴ്സ് ആണ് അല്ലെ. ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറയും. യെസ്, അപ്പം ഈ ഓർഡിനൽ നമ്പേഴ്സിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? യൂസ് ദ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഏതൊക്കെ ഓർഡിനൽ നമ്പേഴ്സ്? നമ്മുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. കേവലം അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. ദ ഫസ്റ്റ് എന്ന് പറയണം, ദ സെക്കൻഡ് എന്ന് പറയണം, ദ തേർഡ് എന്ന് പറയണം. കാരണം ഇത് ഓർഡിനൽ നമ്പേഴ്സ് ആണ്. ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് പറയാനോ യുണീക്ക് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം നോക്കൂ, ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള പൊസിഷൻസ് അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഇതിന്റെ കൂടെ, ഈ ഓർഡിനൽ നമ്പേഴ്സിന്റെ കൂടെ ഉപയോഗിക്കാൻ മറന്നു പോകരുത്. അപ്പം ഇത് ക്ലിയർ ആണെങ്കിൽ വി ആർ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, the contrast between Britain and other European countries are striking. ഏതെങ്കിലും ഒരു എറർ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? ബ്രിട്ടനെ കുറിച്ചാണോ അതോ മറ്റു യൂറോപ്യൻ കൺട്രീസിനെ കുറിച്ചാണോ? അല്ല, ഇവിടെ സംസാരിക്കപ്പെടുന്നത് ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ കൺട്രീസും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് അല്ലെ. അപ്പം ഇതാണ് സെന്റൻസിന്റെ സബ്ജക്റ്റ്. നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ഇല്ല, കേവലം ഒരു വ്യത്യാസത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പം ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതിനടുത്തുള്ള വെർബ് നോക്കുക. വെർബായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആറാണ്, പ്ലൂരൽ അല്ലേ. സബ്ജക്റ്റ് സിംഗുലർ ആണ്,
അതുകൊണ്ട് വെർബ് എന്തായിരിക്കണം? അത് ഈസ് ആയിരിക്കണം, സിംഗുലർ. യെസ്, അപ്പം ആറല്ല, ഈസ് ആണ് ശരി ഉത്തരം. ദ കോൺട്രാസ്റ്റ് ഈസ്. നിങ്ങൾ ഇവിടുന്ന് ഈ ഭാഗം ഒന്നും വായിക്കണ്ട, നിങ്ങൾ ദ കോൺട്രാസ്റ്റ് ഈസ് അങ്ങനെയല്ലേ വരത്തുള്ളൂ. യെസ്, ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. അത് എൻഷുർ ചെയ്യുന്നുണ്ടോ എന്ന് 2 തവണയല്ല 3 തവണ ക്രോസ് ചെക്ക് ചെയ്താലും കുഴപ്പമില്ല. യെസ്, അടുത്തത് യെസ്, there have been 3 break-in in our society this month. ഏതോ കള്ളന്മാര് സ്ഥിരമായിട്ട് കയറുന്ന ഒരു സമൂഹമാണെന്ന് തോന്നുന്നു. ഈ മാസം തന്നെ ഇത് 3ാമത്തെ ബ്രേക്ക്, 3 ബ്രേക്കിൻ ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്താണ് ഈ ബ്രേക്കിൻ എന്ന വാക്കിന്റെ അർത്ഥം? പൊട്ടിക്കുക എന്നാണോ? ഇതൊരു വെർബല്ല കേട്ടോ. ബ്രേക്കിൻ എന്ന് പറഞ്ഞാല് അതൊരു നൗൺ ആണ്, ഒരു നാമമാണ്. അതിന്റെ അർത്ഥം an illegal entry എന്നാണ്. അതായത് മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കടന്നുകയറ്റം. അപ്പം ഈ മാസം എത്ര കടന്നുകയറ്റങ്ങൾ ഉണ്ടായി? 3 കടന്നുകയറ്റങ്ങൾ. അപ്പൊ ഇവിടെ നമ്പർ 3 ആണ്, 3 എണ്ണം ഉണ്ടായിരിക്കണം. അപ്പം ബ്രേക്ക് ഇൻസ് എന്നല്ലേ പറയേണ്ടത്? കേവലം ബ്രേക്ക് ഇൻ എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവോ? നമ്മൾ 3 ബുക്ക് എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവോ? 3 ബുക്സ് എന്ന് പറയുമ്പോഴല്ലേ ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പൊ ഇത് പ്ലൂരൽ ആയിരിക്കണം. ഏത്? ഈ നൗണ്. അപ്പൊ ഇതിനകത്ത് എറർ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നോ എറർ അല്ല. യെസ്, ഓക്കെ. ബി പാർട്ടിലാണ്, ഈ പാർട്ടിലാണ് എറർ. ഓക്കെ, യെസ്. അപ്പോ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ദിശ അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് ഒരു സന്തോഷ വാർത്ത പറയട്ടെ. യെസ്, അപ്പം 2025 ഓഗസ്റ്റ് മാസം നടക്കാനിരിക്കുന്ന CGL എക്സാമിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ പഠിച്ചൊരുങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇതാ അക്കാഡമിയുടെ ഭാഗത്തു നിന്നൊരു സന്തോഷ വാർത്ത. നിങ്ങൾക്ക് വേണ്ടി ഏറെ പ്രത്യേകമായിട്ട് ഓൺലൈൻ ആയിട്ടൊരു ക്രാഷ് കോഴ്സ് അക്കാഡമി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഏത് റേറ്റില്? കേവലം 2000 രൂപയ്ക്ക്. അപ്പം ക്ലാസ്സുകളൊന്നും തുടങ്ങിയിട്ടില്ല, നമ്മൾ ഓറിയന്റേഷൻ സെഷൻ ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ ക്ലാസ്സുകളൊക്കെ ഇന്റൻസ് ആയിട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഫൈനൽ ഫേസ് വെരി ഇമ്പോർട്ടന്റ് ഫേസ് ആണ് അല്ലേ. അപ്പം ഈ ഒരു 50 ദിവസങ്ങൾ എങ്ങനെ നിങ്ങൾ വിനിയോഗിക്കുന്നു എന്നുള്ളത്, അതിന്റെ പ്രകടമായ മാറ്റങ്ങൾ എവിടെ കാണാൻ പറ്റും? നമ്മുടെ ഓവറോൾ സ്കോർ, അതായത് Tier 1 നിങ്ങൾ നേടാൻ പോകുന്ന ഓവറോൾ സ്കോറിൽ തീർച്ചയായിട്ടും ഇത് പ്രതിഫലിക്കും. അപ്പം ഈ ദിവസങ്ങളിൽ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെ, അല്ലെങ്കിൽ കൃത്യമായ റിവിഷനിലൂടെ, അല്ലെ പ്രോപ്പർ ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. ചിലപ്പം ചിലരെ സംബന്ധിച്ച് ഇതൊക്കെ ആഗ്രഹമുണ്ടാവും, പക്ഷെ കൃത്യമായിട്ടുള്ളൊരു മെന്റർ ഉണ്ടാവില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, ഒരു ഏജന്റ് ഉണ്ടാവില്ല. നിങ്ങൾ ആ ഭാഗം ധൈര്യസമേതം ദിശ അക്കാഡമിക്ക് വിട്ടേക്ക്. വി ആർ ഓൺ ഇറ്റ്. നിങ്ങൾ തീർച്ചയായിട്ടും ഏത് കാര്യത്തിലായാലും, നിങ്ങൾക്ക് ചിലപ്പം ചില മേഖലകൾ ഇപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടാത്തവരുണ്ടാകാം. ചില മാത്സിന്റെ ആയാലും ഇംഗ്ലീഷിന്റെ ആയാലും ചില ടോപ്പിക്സിൽ ക്ലാരിറ്റി ഇല്ലാത്തവരുണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക കേട്ടോ. നിങ്ങൾ എടുക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ ആവശ്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഒരു സെയിം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവില്ല, അപ്പോൾ അവർക്കൊരു ഉപകാരമായിട്ട് ഈ നമ്പർ അവർക്കൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്, നമുക്ക് we are back. Yes, I was angry on myself for making such a silly mistake. ഞാൻ ആ ഒരു സില്ലി മിസ്റ്റേക്ക് നിർത്തിയതിന് ഞാൻ ആരോടാണ് ദേഷ്യത്തിലായിരിക്കുന്നത്? എന്നോട് തന്നെയാണ് അല്ലേ. അങ്ങനെ ഒരാളോട് ദേഷ്യത്തിലായിരിക്കുക എന്ന് പറയുമ്പം ആംഗ്രി ഓൺ എന്നല്ല, ആംഗ്രി വിത്ത് ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആംഗ്രി വിത്ത്. ഇതൊരു ഫിക്സ്ഡ് പ്രിപ്പോസിഷൻ ആണ് കേട്ടോ. ഇങ്ങനെ ധാരാളം കോമ്പിനേഷൻസ് ഉണ്ട് ഫിക്സ്ഡ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അതായത് ചില വാക്കുകളുടെ കൂടെ ചില പ്രത്യേക പ്രിപ്പോസിഷൻസ് മാത്രമേ വരത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ആൾക്കാരോട് കൂടെ അല്ല ഏതെങ്കിലും വ്യക്തിയോട് ദേഷ്യത്തിലാണെന്ന് കാണിക്കുമ്പോൾ ആംഗ്രി വിത്ത് ആണ് യൂസ് ചെയ്യുക. യെസ്, അപ്പോൾ ഇവിടുത്തെ എറർ ബി പാർട്ടിലാണ്. ആംഗ്രി ഓൺ എന്ന് പറയില്ല, ആംഗ്രി വിത്ത്. ഇവിടെ ഞാൻ എന്നോട് തന്നെയാണ് ദേഷ്യത്തിലായിരിക്കുന്നത്, അപ്പോൾ ആംഗ്രി വിത്ത് മൈസെൽഫ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, യെസ്, നെക്സ്റ്റ്. These experiments have been going on
സിൻസ് സെവറൽ മന്ത്സ്. ശ്രദ്ധിച്ചു നോക്കിക്കേ, വളരെ എളുപ്പമല്ലേ? സിൻസ് സെവറൽ മന്ത്സ്. സിൻസ് സെവറൽ മന്ത്സ് എന്ന് പറയോ? ഇല്ല. ഈ സെവറൽ മന്ത്സ് എന്നുള്ളത് ഒരു ടൈം പീരീഡ് ആണ് അല്ലെ, കുറച്ച് മാസങ്ങളോളം എന്നാണ്, മാസത്തേക്ക് എന്നൊക്കെയാണ്. അപ്പൊ സിൻസ് അല്ല, ഫോർ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ പൊതുവെ അത്യാവശ്യം അറിയുന്നവർ വരെ ഈ സിൻസും ഫോറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കാറുണ്ട്. ഈ ഫോർ എപ്പോഴാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഇവിടെ എഴുതിയതുപോലെ തന്നെ ഒരു ടൈം പീരീഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് I have been living here for 10 days. ആണോ? കഴിഞ്ഞ 10 ദിവസങ്ങളോളമായി ഞാനിവിടെ ജീവിച്ചു വരികയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, എന്തിനാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്? സിൻസിന്റെ അർത്ഥം മുതൽ എന്നാണ് കേട്ടോ. മുതലും പലിശയിലെ മുതലല്ല, ഇത് ഇന്ന കാലം മുതലെന്ന് കാണിക്കാൻ. ഒരു എ പോയിന്റ് ഇൻ ടൈമിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? സിൻസ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് സെയിം സെന്റൻസ് സിൻസ് ഉപയോഗിക്കാം. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2010. 2010 മുതൽ, അല്ലെങ്കിൽ ബുധനാഴ്ച മുതൽ, കുട്ടിക്കാലം മുതൽ, ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക പോയിന്റിനെ കുറിച്ച് പറയുമ്പോൾ സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്തത്, ഡ്യൂറിംഗ് ദ 17th century എന്ത് സംഭവിച്ചു? There were great developments at the sphere of knowledge. യെസ്, അപ്പൊ 17ാം നൂറ്റാണ്ടില് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. എവിടെയെന്ന് കാണിക്കാൻ ഇവിടെ അറ്റ് ദ സ്ഫിയർ ഓഫ് നോളജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഭൗതിക മേഖലയിൽ ഒരു, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ എന്ന് കാണിക്കുമ്പോൾ അറ്റല്ല, ഇന്നാണ്. ഇൻ ദ സ്ഫിയർ എന്നാണ് കേട്ടോ. നമ്മൾ പൊതുവെ ഇങ്ങനെ പറയാറില്ലേ, ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ, അങ്ങനെ ഉണ്ടോ? ഇൻ ദ സ്ഫിയർ. ഇതാണ് കറക്റ്റ്. നമ്മളൊരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു മേഖലയിൽ എന്നാണ് പറയുന്നത്. ഇന്ന ഒരു കാര്യത്തിൽ, ഒരു മേഖലയിൽ എന്ന് പറയുമ്പോൾ അറ്റല്ല, ഇന്നാണ് ഇൻ ദ ഫീൽഡ് അല്ലെ ഇൻ ദ സ്ഫിയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. യെസ്, ഓക്കെ. അപ്പൊ അതാണ് അതിനകത്തെ തെറ്റ്. നമ്മളതിനെ ശരിയാക്കി. ഓക്കെ, അടുത്തത്, you should tell these children to complete their projects himself. അപ്പൊ ഒറ്റ വായനയിൽ തന്നെ അവിടെ ഒരു മിസ്മാച്ച് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് എന്താണെന്നത് കണ്ടുപിടിക്കാം. ഓക്കെ, നീ കുട്ടികളോട് പറയണം അവരോട് തന്നെ അവരുടെ പ്രോജക്ട്സ് ചെയ്യാൻ വേണ്ടി. ഇവിടെ എല്ലാം their ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഹിംസെൽഫ് അല്ല, ചിൽഡ്രൻ പ്ലൂറൽ അല്ലേ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസിറ്റീവ് അഡ്ജക്റ്റീവ് their ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഫ്ലക്സീവ് പ്രോനൗൺ വരേണ്ടത് ഏതാണ്? themselves എന്നാണ്. ഹിംസെൽഫ് അല്ല, themselves ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, ഉദാഹരണത്തിന് she made the pasta. അവൾ ഒറ്റയ്ക്ക് തന്നെ, അവൾ തന്നെയാണ് ചെയ്തതെന്ന് എങ്ങനെ പറയും? she made the pasta himself എന്നാണോ? അല്ല, herself. okay, yes. her handwriting is definitely more beautiful than you. ഇതിനകത്ത് ലോജിക്കലി ഒരു പ്രശ്നമുണ്ട്. മേ ബി ഗ്രാമാറ്റിക്കലി അത് ശരിയാണെന്ന് പറയാമെങ്കിലും ലോജിക്കലി അതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താ? പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് അവളുടെ ഹാൻഡ് റൈറ്റിംഗ് നിന്റേതിനേക്കാൾ മനോഹരമാണെന്ന്. പക്ഷെ പറഞ്ഞു വന്നപ്പോ എന്തായിന്നറിയോ? അവളുടെ ഹാൻഡ് റൈറ്റിംഗ് നിന്നേക്കാൾ മനോഹരമാണെന്ന്. ഓക്കെ, നിന്റേതെന്നല്ല വേണ്ടത്, നിന്നെക്കാളും മനോഹരമാണെന്നല്ല പറയേണ്ടത്.
ഇവളുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ അവന്റെ ഹാൻഡ് റൈറ്റിംഗുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ യു അല്ല, യുവേഴ്സ് ആണ് വരിക, യുവേഴ്സ്. അപ്പൊ ഒന്ന് കൂട്ടി വായിച്ചേ. ഹെർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഡെഫിനറ്റ്ലി മോർ ബ്യൂട്ടിഫുൾ ദാൻ യുവേഴ്സ്. നിന്റേതിനേക്കാൾ. യുവേഴ്സിന്റെ അർത്ഥം നിന്റേതെന്നാണ്. ഓക്കെ, നിന്നേക്കാൾ മനോഹരമാണെന്ന് പറയണ്ടല്ലോ. നമ്മളൊരു മനുഷ്യനെയും ഹാൻഡ് റൈറ്റിങ്ങിനെയും പരസ്പരം ഒരിക്കലും കമ്പയർ ചെയ്യില്ലല്ലോ. രണ്ട് ഹാൻഡ് റൈറ്റിങ്ങിനെയല്ലേ കമ്പയർ ചെയ്യുക. ഓക്കെ, യെസ്, വളരെ സിമ്പിൾ ആണല്ലേ. What does kangaroos eat? They are quite strong. Yes. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ്. സബ്ജക്റ്റ് ഏതാ? യെസ്, സബ്ജക്റ്റ്. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. സ്പെല്ലിങ് തെറ്റാണ്. ഓക്കെ, ഓട്ടോ സ്പെല്ല് എന്തോ വന്നപ്പോൾ തെറ്റിപ്പോയതാ. ഇപ്പൊ ഇത് കറക്റ്റ് ആയില്ലേ? യെസ്. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. യെസ്, വാട്ട് ഡസ് കാങ്കറൂസ് ഈറ്റ്? ദേ ആർ ക്വൈറ്റ് സ്ട്രോങ്. എന്താണ് ഈ കാങ്കറൂസ് കഴിക്കുന്നത്? ഒരു ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയാം അല്ലേ. ദേ ആർ ക്വൈറ്റ് സ്ട്രോങ് എന്നാണ്. യെസ്, ഇവിടെ നമുക്കറിയാം പ്ലൂരലാണ്. അപ്പം സബ്ജക്റ്റ് കാങ്കറൂസ് ആണ്, പ്ലൂരൽ ആണ്. അപ്പൊ അതിന് യോജിച്ചു പോകുന്നത് ഡസ് അല്ല. കാരണം ഈ ഡസ് ആരാണ്? സിംഗുലർ ആണ്, അനിയൻകുട്ടനാണ്. ഈ ഡസിന്റെ ചേട്ടൻ ആരാ? ഡു ആണ്. ഡു പ്ലൂരൽ അല്ലേ? അപ്പൊ എന്ത് വരും? ഡസ് അല്ല, ഡു ആണ്. വാട്ട് ഡു കാങ്കറൂസ് ഈറ്റ്? എന്താണ് കങ്കാരുകൾ ഭക്ഷിക്കുന്നത്? യെസ്. ഓക്കെ. Despite of being a close friend, he did not help me in any way. ഇല്ലേ? അഴുക്ക കൂട്ടുകാരനാന്ന് തോന്നുന്നു. യെസ്. ഡെസ്പൈറ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം ഇങ്ങനെയാണെങ്കിലും മറ്റൊന്ന് സംഭവിച്ചു എന്ന് കാണിക്കാനാണ് ഈ ഡെസ്പൈറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ കൂടിയും, ഇനി പറയേണ്ടത് അതിന് വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഡെസ്പൈറ്റിന്റെ ഉപയോഗം. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നെങ്കിലും അവൻ എന്നെ ഒരു തരത്തിലും സഹായിച്ചില്ലെന്നേ. അവൻ സഹായിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷേ he did not help me in any way. ഒരു തരത്തിലും എന്നെ സഹായിച്ചില്ല. അപ്പം ഇങ്ങനെ വളരെ പ്രതികൂലമായ സാഹചര്യത്തിനിടയിലും മറ്റൊന്നല്ലെങ്കിൽ വിപരീതമായ ഒരു കാര്യം സംഭവിച്ചു എന്നൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഈ ഡെസ്പൈറ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്ത് വേണ്ട? ഡെസ്പൈറ്റിന്റെ കൂടെ ഓഫ് വേണ്ട, ജസ്റ്റ് ഡെസ്പൈറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പം despite being tired, she continued working. ക്ഷീണിതയായിരുന്നെങ്കിലും അവള് വർക്ക് ചെയ്യുന്നത് തുടർന്നു കൊണ്ടിരുന്നു. യെസ്, ഇവിടെ ഞാൻ ഓഫ് ഉപയോഗിച്ചോ? ഓഫ് വേണ്ട കേട്ടോ, നോ ഓഫ്. ഓക്കെ, ഇനി ഓഫ് ഉപയോഗിക്കുന്ന മറ്റൊരെണ്ണം ഉണ്ട്, ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയും. അവിടെ കുഴപ്പമില്ല. ഈ ഡെസ്പൈറ്റും ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും ഒരേ മീനിങ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഡെസ്പൈറ്റിന്റെ കൂടെ ഓഫ് ഉപയോഗിക്കില്ല, ഡെസ്പൈറ്റിന്റെ കൂടെ ഓഫ് ഉപയോഗിക്കില്ല, ഇൻസ്പൈറ്റ് ഓഫിന്റെ കൂടെ യൂസ് ചെയ്യും. അത് മാത്രമേ അത് തമ്മിലുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. The police arrested two young men, but neither of them were responsible for the robbery. Robbery എന്ന് പറഞ്ഞാൽ മോഷണം എന്നാണ്. പോലീസ് രണ്ട് ചെറുപ്പക്കാരെ പിടിച്ചു, പക്ഷേ ആ പിടിച്ച രണ്ടുപേരും ഈ മോഷണത്തിന് ഉത്തരവാദിയല്ല എന്നാണ്. സി, നൈദർ ഓഫ് എന്നുള്ളത് സിംഗുലർ ആണ്. നൈദറിന്റെ അർത്ഥം എന്താ? ഇതുമല്ല, നോട്ട് ദിസ്,
നോട്ട് ദാറ്റ് എന്നാണ്. ഇതുമല്ല അതുമല്ല എന്നാണ് ഇതിന്റെ അർത്ഥം, നൈദറിന്റെ അർത്ഥം. അതൊരു സിംഗുലർ ഐഡിയ ആണ്. അപ്പൊ നൈദർ ഓഫ് ദം എന്നാണ്, ആരും തന്നെ എന്നാണ്, അവരിൽ ആരും തന്നെ. അപ്പം വേറല്ല, വാസ് ആണ് വരിക. കാരണം എന്താ, അവിടെ നൈദർ ഓഫ് എന്നാണ് സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വാസ് ആണ്. ആ ക്ലോസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് നൈദർ ഓഫ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്, ക്ലിയർ? വാസ് വരും. അപ്പൊ നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക, ഒരു സെന്റൻസ് നൈദർ ഓഫിലാണ് തുടങ്ങുന്നതെങ്കിൽ കണ്ണടച്ച് എന്ത് യൂസ് ചെയ്തോ, സിംഗുലർ ഓർബ് യൂസ് ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, യെസ്. Yes, every participant gave so outstanding performance that it became difficult to choose the winner. അതായത് ഒരു 10 പേര് പങ്കെടുത്തുന്നിരിക്കും, 10 പേരും അതിഗംഭീര പ്രകടനം. അതുകൊണ്ട് തന്നെ എന്ത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയി എന്നാ പറയുന്നത്, ഇതിനകത്തൊരു വിന്നറെ സെലക്ട് ചെയ്യുന്ന കാര്യം ഭയങ്കര ഡിഫിക്കൽട്ട് ആയി എന്നാണ് പറയുന്നത്. സി, ഇവിടെ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ ബി പാർട്ട് നോക്കി, സോ ഉണ്ട്, ഇതിനുശേഷം ഒരു അഡ്ജക്റ്റീവ് ആണ് വന്നിരിക്കുന്നത്, പിന്നെ അവസാനം ഇവിടെ ഒരു നൗണും വന്നിട്ടുണ്ട്. ഇങ്ങനെ അഡ്ജക്റ്റീവ് പ്ലസ് നൗണ്, ഈ ഒരു യൂണിറ്റിനെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് നൗൺ ഫ്രേസ് എന്നാണ്. എന്ത് വിളിക്കും? നൗൺ ഫ്രേസ് എന്ന് വിളിക്കും. ഒരു അഡ്ജക്റ്റീവും ഒരു നൗണും കൂടി ചേരുന്ന ആ ഒരു യൂണിറ്റ് തന്നെ നൗൺ ഫ്രേസ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നൗൺ ഫ്രേസസോ അല്ലെങ്കിൽ ഒരു നൗൺസോ അല്ലെങ്കിൽ ഏതെങ്കിലും നൗണോ നൗൺ ഫ്രേസോ അപ്പൊ ഇത്തരത്തിലൊരു നൗൺ ഫ്രേസോ നൗണോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ ചേർക്കേണ്ട പദം അത് സോ അല്ല, മറിച്ച് സച്ചാണ്. അപ്പൊ ഇതെവിടെയാ? സോ അല്ല, സച്ചാണ്. കാരണം ഇവിടെ നോക്കിക്കേ, ഈ അഡ്ജക്റ്റീവ് പ്ലസ് നൗണിനെയാണല്ലോ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. നൗൺ ഫ്രേസ് വന്നാൽ അതിന്റെ മുന്നേ സച്ച് ഉപയോഗിക്കണം. ഇവിടെ അഡ്ജക്റ്റീവ് വന്നു, നൗണ് വന്നു, കൂടി ചേർന്നത് ഒരു നൗൺ ഫ്രേസ് ആണ്. അപ്പൊ അതിന് മുന്നേ സച്ച് പ്രയോഗിക്കണം. ഓക്കെ, ഇനി എപ്പോഴാണ് സോ ഉപയോഗിക്കേണ്ടത് നമുക്ക് അതും കൂടി വ്യക്തമാക്കാം. അഡ്ജക്റ്റീവ് മാത്രമാണെങ്കിൽ അതിന് മുന്നേ സോ ഉപയോഗിക്കുക. ഇപ്പം സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഷീ ഈസ് സോ ഇന്റലിജന്റ് എന്ന് പറയാം. ഷീ ഈസ് സോ ഇന്റലിജന്റ്. ഇവിടെ ഇന്റലിജന്റ് ഒരു അഡ്ജക്റ്റീവ് ആണ്, അപ്പൊ സോ ഉപയോഗിച്ചിരിക്കുന്നു, തെറ്റില്ല. ഇനി നേരെ മറിച്ച് ഞാൻ ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതുകയാണെങ്കിൽ, ദിസ് ഈസ് സച്ച് ഇവിടെ സ്ഥലമില്ലല്ലേ, ബ്യൂട്ടിഫുൾ ഡ്രസ്. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ നമ്മുടെ സച്ച് ഉപയോഗിച്ചത്? കാരണം ഇവിടെ ബ്യൂട്ടിഫുൾ എന്നൊരു അഡ്ജക്റ്റീവ് വന്നു, ഡ്രസ് വന്നു, ഇത് ടുഗെദർ ഇതൊരു നൗൺ ഫ്രേസ് ആയതുകൊണ്ട്, ബ്യൂട്ടിഫുൾ എന്ന് മാത്രമാണെങ്കിൽ സോ കൊടുക്കായിരുന്നു, അങ്ങനെ ഒരിക്കലും വരില്ല. നൗൺ ഫ്രേസ് ആയതുകൊണ്ട് അതിന് മുന്നേ സച്ച് കൊടുത്തു. അപ്പം ഇതിന്റെ വ്യത്യാസം, ഇവ തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ദ ഗവൺമെന്റ് ഹാസ് ബീൻ അക്യൂസ്ഡ് ഇൻ നോട്ട് ഡൂയിങ് ഇനഫ് ടു കോംബാറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. യെസ്, അപ്പൊ മാറി വരുന്ന കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ മേല് കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്, അക്യൂസ്ഡ് ആണ്. അപ്പം കുറ്റം ആരോപിക്കപ്പെട്ടുക എന്ന അർത്ഥത്തിൽ അക്യൂസ്ഡിനെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് ഇൻ അല്ല, ഓഫ് ആണ്. അതൊരു ഫിക്സ്ഡ് കോമ്പിനേഷൻ ആട്ടോ. അക്യൂസ്ഡിന് ആരോടാ കൂടുതൽ ഇഷ്ടം? ഓഫിനോടാണ്. അപ്പൊ അക്യൂസ്ഡ് എപ്പോഴും ഓഫിന്റെ കൂടെ വരത്തുള്ളൂ. മറ്റൊരു സെന്റൻസ് എഴുതാം, ഹി വാസ് അക്യൂസ്ഡ് ഓഫ് തെഫ്റ്റ്. അവന്റെ മേൽ എന്ത് ആരോപിക്കപ്പെട്ടു? മോഷണം ആരോപിക്കപ്പെട്ടു. അവിടെ അക്യൂസ്ഡ് ഇന്നോ ഓൺ അങ്ങനെയൊന്നും പറ്റില്ല, അക്യൂസ്ഡ് ഓഫ്. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഫിക്സ്ഡ് പ്രിപ്പോസിഷൻ ആണ്. ഇതുപോലെ ധാരാളം കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് വെള്ളം പോലെ പഠിച്ചാല് ഇത്തരത്തിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്സ് പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, യെസ്. The food container is not enough big to meet the needs of the children. അപ്പോൾ കുട്ടികളുടെ ആവശ്യങ്ങൾ
നിർവഹിക്കാൻ പാകത്തിന് വലിപ്പമില്ല. എന്തിന്? ഫുഡ് കണ്ടെയ്നറിന്. ഇന്ന ഒരു കാര്യം ചെയ്യാൻ ഇത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്ട്രക്ചറാണ് യൂസ് ചെയ്യേണ്ടത്. അഡ്ജക്റ്റീവ് പ്ലസ് ഇനഫ് എന്നാണ് പറയേണ്ടത്. ഇതിന്റെ അർത്ഥം ബീയിങ് ഏബിൾ ടു ഡു സംതിങ് എന്നാണ്. ഇന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുക. അപ്പം ഇവിടെ കുട്ടികളുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ പാകത്തിന് അത്ര വലിപ്പമുള്ളതല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇനഫ് ബിഗ് അല്ല, ബിഗ് ഇനഫ് ആണ് വരിക. ബിഗ് ഇനഫ്. അഡ്ജക്റ്റീവ് പ്ലസ് ഇനഫ് ആണ് വരിക ഇത്തരം കൺസ്ട്രക്ഷൻസിൽ. ഇപ്പൊ കൃത്യമായിട്ടത് ഓർത്തിരിക്കണേ. യെസ്. ഇപ്പൊ ഉദാഹരണത്തിന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മാർവൽ മൂവീസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ തോറിന്റെ ഹാമർ വെക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഞാൻ അത്തരത്തിലുള്ള ഒരു പവർഫുൾ ആയ ആളാണെന്ന് ഞാൻ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഐ ആം സ്ട്രോങ് ഇനഫ്. കണ്ടോ, ഇനഫ് സ്ട്രോങ് എന്നല്ല, ഐ ആം സ്ട്രോങ് ഇനഫ് എന്തിന്? ടു ലിഫ്റ്റ് തോർസ് ഹാമർ. തോറിന്റെ ഹാമർ. ഹാമർ 2 M ഉണ്ട് കേട്ടോ. യെസ്, ഹാമർ. യെസ്, ഓക്കെ. The man is a social animal. നമ്മൾ സോഷ്യോളജി ഒക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഈ ഒരു വാചകത്തിലാണ് തുടങ്ങുന്നത് അല്ലേ. ഇവിടെ നോക്കി, ഇവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദാ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എപ്പോഴാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്? നമ്മൾ കൃത്യമായിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം, ഇന്ന കാര്യം ഇന്ന ആളെന്നൊക്കെ പറയുമ്പോഴാണ് ദാ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? നമ്മളിത് മനുഷ്യന്മാരെല്ലാരെയും കുറിച്ച് പറയുന്നതല്ലേ, അല്ലാണ്ട് ഇന്നൊരു വ്യക്തി മാത്രം സോഷ്യൽ ആനിമൽ ആണ്, ബാക്കിയുള്ളവരൊക്കെ കാട്ടിലെ മൃഗങ്ങളാണെന്നാണോ? അല്ല. ഓക്കെ. അപ്പൊ ഇന്നയാളെന്ന് പറയാത്തത് അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് ദാ വേണ്ട, മാൻ എന്ന് മാത്രം മതി. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. കാരണം പൊതുവെ നമ്മൾ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്, ഇപ്പം ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് നടത്തുകയാണെങ്കിൽ പൊതുവെ നോ ആർട്ടിക്കിൾ ആണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ജീവിതം മനോഹരമാണ്, എങ്ങനെ പറയാം? ഇങ്ങനെ പറഞ്ഞാൽ മതി. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ മതി. കംപ്ലീറ്റ് ആണ്. അവിടെ ഒരു എക്സ്ട്രാ ദാ ചേർക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ദ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു ലൈഫ് മാത്രം ബ്യൂട്ടിഫുൾ ആണ്, ബാക്കിയുള്ളതെല്ലാം അല്ല എന്നൊരു അർത്ഥം വരും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പൊതുവെ പറയുന്നതാണ്, ജീവിതം മനോഹരമാണ്. ഓക്കെ, ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ആ ഒരു നൗൺസ് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഹി വർക്ക്ഡ് സോ ഹാർഡ് ദാറ്റ് ഹി വോൺ ദ ഡാൻസ് കോമ്പറ്റീഷൻ. തെറ്റുണ്ടോ? അങ്ങനെ കുറേ ചോദ്യങ്ങൾക്കപ്പുറം നമ്മൾ തെറ്റില്ലാത്ത ഒരു ചോദ്യം കാണുകയാണ്. നോ എററാണ്. നോക്കിയേ, സബ്ജക്റ്റ് പ്ലസ് ക്രിയയുടെ രണ്ടാമത്തെ രൂപം. ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്. പിന്നെ ഇവിടെ സോ അഡ്ജക്റ്റീവ് ആണ്. ഹാർഡ് കറക്റ്റ് ആണ് അല്ലേ? സോറി, സോ ഹാർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുഴപ്പമില്ല, അഡ്ജക്റ്റീവ് തന്നെയാണ്. സോ ഹാർഡ്. ഇതും ആഡ്വർബ് തന്നെയാണ് കേട്ടോ. സോ യെസ്, ഞാൻ പെട്ടെന്ന് അഡ്ജക്റ്റീവ് ആണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. യെസ്, അതുകൊണ്ടാണ് ഒരു നിമിഷം ഞാൻ അവിടെ സ്റ്റക്ക് ആയത്. ഓക്കെ, ദാറ്റ് ഹി, പിന്നെ അതിന്റെ റിസൾട്ട് പറയാൻ വേണ്ടി ദാറ്റ് പറഞ്ഞിരിക്കും. ദാറ്റ് ഹി വൺ ദ ഡാൻസ് കോമ്പറ്റീഷൻ. യെസ്, നോ എറർ ആണ്, കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. യെസ്, ഓക്കെ. Besides doing the laundry, Rakesh helped her in cooking also when she was ill. നല്ല ഉത്തമനായ ഒരു ഭർത്താവ് അല്ലേ? ഭർത്താവ് എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ഊഹിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അവള് രോഗാവസ്ഥയിലായിരുന്നപ്പോ തുണി അലക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് പാചകത്തിലും കൂടി രാകേഷ് അവളെ സഹായിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. പാചകത്തിലും കൂടി ആര് സഹായിച്ചു? രാജേഷ് സഹായിച്ചു. അപ്പം ഇവിടെ ബേസിക്കലി നോ എറർ തന്നെയാണ്, തെറ്റില്ല. കാരണം ഇത് മാത്രമല്ല മറ്റൊന്ന് കൂടിയുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ബിസൈഡ്സ് ഇവിടെ കറക്റ്റ് തന്നെയായിട്ടാണ് യൂസ് ചെയ്തത്. പലപ്പോഴും ഈ ആൾക്കാര്
ബിസൈഡ്സും ബിസൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കാറുണ്ട്. എന്താ ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം എപ്പാർട്ട് ഫ്രം എന്നാണ്. ഇത് മാത്രമല്ല, മറ്റൊന്നു കൂടി ഉണ്ടെന്ന്. ഈ ബിസൈഡിന്റെ അർത്ഥം നെക്സ്റ്റ് ടു എന്നാണ്. നെക്സ്റ്റ് ടു, അടുത്തെന്നാണ്. അടുത്ത്. ഉദാഹരണം, ഹി സാറ്റ് ബിസൈഡ് മീ എന്ന് പറഞ്ഞത് ഒരു പ്രിപ്പോസിഷൻ ആണ്. ഇതൊരു പ്രിപ്പോസിഷൻ ആണ്. യെസ്, ഹി സാറ്റ് ബിസൈഡ് മീ, അവൻ എൻ്റെ അടുത്ത് ഇരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. Hearing those words from his mouth were harder than I thought. അവന്റെ വായിൽ നിന്ന് ആ വാക്കുകൾ കേൾക്കേണ്ടി വന്നത് ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറം ഹാർഡായിരുന്നു, വളരെ വിഷമകരമായിരുന്നു എന്നാണ് പറയുന്നത്. സബ്ജക്റ്റ് ഹിയറിംഗ് ദോസ് വേർഡ്സ് ആണ്. നോക്കൂ, ഒറ്റ പ്രവൃത്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവന്റെ വായിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ കേട്ട ആ പ്രവൃത്തി ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കട്ടിയുള്ളതായിരുന്നു എന്നാണ് പറഞ്ഞത്. ഐ എം ടോക്കിംഗ് അബൌട്ട് എ സിംഗിൾ ആക്ടിവിറ്റി, അല്ലെ? ഒരൊറ്റൊരു പ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ബേസിക്കലി ഒരു ജെറണ്ടാണ്, അല്ലെ? സബ്ജക്റ്റ് സിംഗുലർ ആണ്. ജെറണ്ട് എന്ന് പറഞ്ഞ ഒന്നുമില്ല, ING ഫോം ഓഫ് ദ വെർബ് അതൊരു നാമമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ജെറണ്ട് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ സെന്റൻസ് തുടങ്ങുന്ന ഒരു ജെറണ്ടിലാണ്. അപ്പം ജെറണ്ട് എപ്പോഴും സിംഗുലർ ഐഡിയ ആയിരിക്കും. നിങ്ങൾക്ക് അതിന്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നേ, ഒറ്റൊരു പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നുള്ളൂ, അത് ഭയങ്കര ഇതാന്നാ പറയുന്നത്. അപ്പം അവിടെ വേറല്ല വരിക, വാസ് ആണ്. കാരണം സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വെർബ് എന്ത് വേണം? വാസ് വേണം. ഒറ്റ പ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത്, കേൾവി. അവന്റെ വായിൽ നിന്ന് ആ കേട്ട ആ ഒരു പ്രവൃത്തി, അല്ലെ, അത് ഭയങ്കര ഹാർഡായിരുന്നാണ്. അപ്പൊ വാസ് ആണ് അവിടെ വരിക. അപ്പം ജെറണ്ട് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും സൂചിപ്പിക്കുന്നത് ഒരു സിംഗുലർ ഐഡിയ ആയിരിക്കും. അപ്പൊ തൽഫലമായിട്ട് ഉപയോഗിക്കേണ്ട വെർബ് ഏതാണ്? സിംഗുലർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം കുക്കിംഗ് ഈസ് മൈ ഹോബി. അവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഈസ് ഉപയോഗിച്ചത്? കാരണം കുക്കിംഗ് ജെറണ്ടാണ്. ദാറ്റ് മീൻസ് പാചകം എന്നാണ് ആ നൗണിന്റെ അർത്ഥം. പാചകം എന്റെ ഹോബിയാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഈസ് കൊടുത്തിരിക്കുന്നു. യെസ്, ഓക്കെ. We must have sympathy for needy and the poor. നമുക്ക് തീർച്ചയായിട്ടും സിമ്പതി വേണം. ആരോട്? ഒന്ന്, ദ പുവർ. ദ പുവർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ എന്നാണ്. അതുണ്ടോ അങ്ങനെ വന്നേ? പുവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അഡ്ജക്റ്റീവാണ്, പാവപ്പെട്ട. അപ്പൊ ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും രസകരമായിട്ടുള്ളൊരു നിയമമുണ്ട്. ഈ അഡ്ജക്റ്റീവിന്റെ കൂടെ, ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവിന്റെ കൂടെ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായി മാറും? ഒരു പ്ലൂരൽ നൗണായി മാറും. മനസ്സിലായോ? ഇവിടെ ഈ സെന്റൻസിൽ പാവപ്പെട്ടവരോട് സിമ്പതി വേണമെന്ന് പറയുന്നുണ്ട്, അതേപോലെ ആവശ്യക്കാരോടും. അപ്പം നീഡി എന്ന അഡ്ജക്റ്റീവ് മാത്രം പോരാ, ദ നീഡി എന്നുകൂടി പറയുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ശരി ഏതാണ്? ദ നീഡി ആണ്. ഇതാണ് ശരി. ഓക്കെ. ആവശ്യക്കാരാണ് കേട്ടോ. യെസ്, ഓക്കെ. ഇനി റിച്ച്, മറ്റൊരു വാക്ക് റിച്ച്. റിച്ചിന്റെ കൂടെ ഞാൻ എന്ത് ചേർക്കുകയാണ്? ഒരു ദ ചേർക്കുകയാണ്, ദ റിച്ച്. ഇപ്പൊ ഇതെന്തായി? പണക്കാർ എന്നർത്ഥത്തിലുള്ള ഒരു പ്ലൂരൽ നൗണായി മാറി. ക്ലിയർ? ഓക്കെ. ഇറ്റ്സ് ജസ്റ്റ് എ ക്രേസി റൂൾ ഇൻ ഇംഗ്ലീഷ് കേട്ടോ.
യെസ്, അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 20ഓളം എറർ സ്പോട്ടിംഗ് ചോദ്യങ്ങളിലൂടെ കടന്നുപോയി. അപ്പം സംസാരിക്കപ്പെട്ട അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ആ ഒരു കോൺസെപ്റ്റുകൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നിയമങ്ങളിൽ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരണം, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഞാൻ കാണുന്ന പക്ഷം റിപ്ലൈ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.